ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഒരു അടിപൊളി പ്രമോ കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു പ്രമോ വന്നിട്ടുണ്ടായിരുന്നു. അത് തരുണും വേദയും അമ്മയും കൊച്ചൊക്കെ കൂടിയിട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു അപകടം സംഭവിക്കുന്നതായിട്ടുള്ള പ്രമോ നമ്മൾ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ദാ വീണ്ടും ഒരു അടിപൊളി എന്ന് വെച്ചാൽ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത വലിയൊരു ബിഗ് സർപ്രൈസ് പോലത്തുള്ള ഒരു പ്രമോ ആണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഇത് തമിഴിലെ പോലെ തന്നെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ മുമ്പ് റിവ്യൂ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് നമ്മുടെ വിക്രു പുതിയ വേഷത്തിലും ഭാവത്തിലും ഒക്കെ ആയിട്ട് വരികയാണ് കേട്ടോ. ഷേവൊക്കെ ചെയ്തിട്ട് കോളേജ് ഒരു പയ്യനെ പോലത്തെ ഒരാളായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂയിലേക്ക് കിടക്കാം. അപ്പോൾ വേദയ്ക്കും തരുണിനും കുഞ്ഞിനൊക്കെ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അവിടെ നിന്ന് പോരാനായിട്ടുള്ളൊരു തയ്യാറെടുപ്പാണ് കേട്ടോ. നാട്ടിലേക്കാണ് ട്രാൻസ്ഫർ ആയിട്ട് വരുന്നത്. തരുണിനും വേദയ്ക്കും നാട്ടിലേക്ക് തന്നെ ട്രാൻസ്ഫർ ആവാണ് കേട്ടോ. അപ്പോൾ കൊച്ചിനെയും കൊണ്ട് അവർ അങ്ങോട്ട് വരികയാണ്. കാരണം അവർക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം അവർ പിന്നിൽ കൂടെ ശത്രുക്കളുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി. അങ്ങനെയാണ് തരുണും അതുപോലെ തന്നെ വേദയും അമ്മയും കുഞ്ഞൊക്കെ ആയിട്ട് നാട്ടിലേക്ക് എത്തുന്നത്. നാട്ടിലേക്ക് പോരാനായിട്ട് വേദയ്ക്ക് വലിയ മടിയൊക്കെ ഉണ്ടായിരുന്നു. കാരണം മടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീകാന്തിൻ്റെ ആയിട്ടുള്ള ഒരു പേടി കാരണം കേട്ടോ. അല്ലാതെ വിക്രത്തിൻ്റെ ഒരു ഇതൊന്നുമല്ല. വിക്രം പുറത്തിറങ്ങി പറയുമ്പോൾ തന്നെ വേദയ്ക്ക് ആശ്വാസമാവും. ഇപ്പോൾ എന്തായാലും നാട്ടിലേക്ക് എത്തുന്നുണ്ട്. നാട്ടിലേക്ക് വരുന്ന സമയത്ത് തരുൺ മറ്റേ ഡിക്രൂസ് സാർ ഉണ്ടല്ലോ, അതായത് നമ്മുടെ ജയിലിൽ വിക്രമിനെ സഹായിച്ചിരുന്ന വിക്രമിനോട് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പോലീസുകാരൻ, അയാളുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ അയാൾ റിട്ടയർമെൻ്റ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ആ സമയത്ത് തരുൺ ചെന്നിട്ട് തരുൺ ഇങ്ങനെ സംസാരിക്കുകയാണ്. തരുൺ എന്തായാലും പോലീസാണല്ലോ. അപ്പം അങ്ങനെ തൻ്റെ മകൾക്ക് ഫുൾ ടൈം കൂടെ ഉള്ളൊരു ബോഡി ഗാർഡിനെ വേണമെന്ന് പറയാൻ കേട്ടോ. അതായത് സ്കൂളിൽ പോകുമ്പോഴായാലും വേറെ എവിടെയെങ്കിലും യാത്ര പോകുമ്പോഴായാലും എപ്പോഴും കൂടെ നിൽക്കുന്ന ഒരു ശരിക്കൊരു ബോഡി ഗാർഡിനെ വേണമെന്ന് ആവശ്യപ്പെടുകയാണ് കേട്ടോ. അപ്പോൾ ഡിക്രൂസ് സാർ പറയുന്നത് അങ്ങനെ ഒരാളെ അതിപ്പോൾ ഒന്നിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് കേട്ടോ വിക്രത്തിൻ്റെ കാര്യം ഓർമ്മ വരുന്നത്. കാരണം വിക്രം അത്രയും ഡീസൻ്റ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണെന്ന് ഡിക്രൂസ് സാറിന് മനസ്സിലായിട്ടുണ്ട്. അത്ര ഭയങ്കരമായിട്ടൊരു മാനസികമായിട്ടുള്ളൊരു അടുപ്പവും വിക്രത്തിനൂടെ ആൾക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിക്രത്തിനെയാണ് ആൾ സജസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പം വിക്രം ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ജോലി വേണം എന്നുള്ള രീതിയിലേക്കൊക്കെ എത്താണല്ലോ. ഇതിൻ്റെ ഇടയിൽ ശ്രീകാന്തിനായിട്ട് വിക്രം ഏറ്റുമുട്ടുന്ന ഭാഗമൊക്കെ ഉണ്ട് കേട്ടോ. അത് ഈ താടിയൊക്കെ വെച്ചിട്ടുള്ളൊരു ഭാഗമാണ്. അപ്പോൾ അതായത് ഡിക്രൂസ് സാറിനെ കണ്ട് ഈ ഒരു ജോലി ഏൽപ്പിക്കുന്നതിന് മുമ്പായിട്ടുള്ള ഭാഗമാണ്. ശ്രീകാന്തിന് നല്ല അടിപൊളിയായിട്ട് നല്ല അടി കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം കൂടെ കാണിക്കുന്നുണ്ട്. അതിനുശേഷമാണ് പിന്നെ ഇവിടെ തരുണും വേദയൊക്കെ ട്രാൻസ്ഫർ ആയിട്ട് നാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ശ്രീകാന്ത് ഒന്നും ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ് വേദ കളക്ടറായി എന്നുള്ളൊരു കാര്യം. അങ്ങനെ നമ്മുടെ വിക്രം ഇവരുടെ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. തരുണിൻ്റെ വീട്ടിലേക്ക് മോൾക്ക് ബോഡി ഗാർഡായിട്ട് വരികയാണ്. ആ വരുന്ന ഒരു സമയം കറക്റ്റ് നമ്മുടെ തമിഴിൽ ഇതേപോലെ തന്നെയാണ് കേട്ടോ. ആ ഒരു ഗേറ്റ് തുറന്ന് വിക്രം വരുമ്പോൾ വിക്രം വേദന കാണുമ്പോഴുള്ള അതൊരു ഞെട്ടിത്തെറിക്കലുണ്ട്. അത് നമുക്ക് എന്തായാലും അടുത്ത എപ്പിസോഡുകളിലായിട്ട് തന്നെ ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വിക്രം ഇങ്ങനെ വരുമ്പോൾ തന്നെ വേദ ആകെ ഞെട്ടിത്തിരിക്കുകയാണ് കേട്ടോ. സ്വന്തം മോളെ നോക്കാനായിട്ടൊരു ബോഡി ഗാർഡിന് വരുന്നുണ്ടെന്ന് തരുണൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് വിക്രമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയില്ല. അത് മാത്രമല്ല താടിയൊക്കെ വടിച്ച് ചുള്ളനായിട്ടാണ് കേട്ടോ വിക്രം വരുന്നത്. വേദയ്ക്ക് അടക്കാനാവാത്ത സന്തോഷം മനസ്സിലുണ്ടാവുന്നുണ്ടെങ്കിലും അത് പ്രകടിപ്പിക്കാനോ വിക്രത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാനോ സംസാരിക്കാനോ പോലും പറ്റാത്തൊരു സിറ്റുവേഷനാണ് കേട്ടോ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. കാരണം തരുണിൻ്റെ അമ്മ അതുപോലെ തരുൺ കൊച്ച് അപ്പോൾ എല്ലാവരും ഉള്ള സമയത്താണ് ഇവർ തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച എന്ന് പറയുന്നത്. അത് ഭയങ്കര ഒരു രസമാണ് കേട്ടോ അത് കാണാനായിട്ട്. അങ്ങനെ വിക്രം മോളായിട്ട് പരിചയപ്പെടുകയും മോളായിട്ട് ഭയങ്കര ഒരു അടുപ്പം ഉണ്ടാവുകയാണ് കേട്ടോ. അപ്പോൾ വേദനയോട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ വേദ വിക്രമിനോട് സംസാരിക്കാൻ ആ സമയത്ത് തയ്യാറാവുന്നില്ല കേട്ടോ. അങ്ങനെയാണ് തമിഴിൽ കാണിക്കുന്നത്. കാരണം വേദയ്ക്ക് പേടിയാണ്. ഒന്നാമത്തെ തരുൺ എന്നോട് കാര്യങ്ങളൊന്നും ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല. അങ്ങനെ തുറന്നു പറയാത്തൊരു സാഹചര്യത്തിൽ ഇത് തൻ്റെ ഭർത്താവാണ് എന്ന് പറയാനും പറ്റില്ല. ഇപ്പം കുഞ്ഞിനെ ശരിക്കും വിക്രമിനോട് പറഞ്ഞിട്ട് ഇത് നമ്മുടെ കുഞ്ഞാണെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാനും പറ്റാത്തൊരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് വേദ ചെന്നെത്താണ് കേട്ടോ. അങ്ങനെ വിക്രമിന് മനസ്സിലായി വേദ എന്തൊക്കെ പ്ലാനിങ്ങിലാണെന്ന്. അതുകൊണ്ട് തന്നെ വിക്രം ഇടവിട്ട് ഇങ്ങനെ തൻ്റെ ഭാര്യയാണ് അങ്ങനെയൊന്നും പറയണമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി നമ്മുടെ ഗൗരിമോളുടെ കൂടെ ഫുൾ ടൈം വിക്രം ഉണ്ടാവും കേട്ടോ. അപ്പോൾ സ്കൂളിൽ പോകുമ്പോഴും വരുമ്പോഴൊക്കെ വിക്രം ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു അപകടം സംഭവിക്കാതെ ശരിക്കും പറഞ്ഞാൽ കൊച്ചിനായിട്ട് കളിക്കുകയും ചിരിക്കുകയും അതുപോലെ വേറൊരാളായിട്ട് മാറാണ് കേട്ടോ.
അപ്പോൾ വിക്രത്തിൻ്റെ പുതിയൊരു ഭാവമാണ് കാണിക്കുന്നത് ഇനി അങ്ങോട്ടുള്ളത്. ശരിക്കും ആ ഒരു താടിയൊക്കെ വടിച്ച് വരുമ്പോൾ ഭയങ്കര ഡിഫറെൻ്റ് ആണ് കേട്ടോ. അങ്ങനെ കൊച്ചിനെ തട്ടിക്കൊണ്ടുപോകാനായിട്ടുള്ള ശ്രമമൊക്കെ ശ്രീകാന്ത് നടത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ നിന്നൊക്കെ വിക്രമാണ് കുഞ്ഞിനെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നത്. ശ്രീകാന്താണെന്നുണ്ടെങ്കിൽ ഏത് രീതിയിലും വേദനയും ഈ കുഞ്ഞിനെ ഇല്ലാതാക്കണം എന്നുള്ള, കുഞ്ഞെങ്കിലും ഇല്ലാതാവണം എന്നുള്ള രീതിയിലാണ് കേട്ടോ ശ്രീകാന്ത് നടക്കുന്നത്. ഒരു പിന്നിൽ കൂടെ തന്നെ ശ്രീകാന്ത് ഉണ്ട്. അപ്പം അതേപോലെ തന്നെ വിക്രത്തിനാണെന്നുണ്ടെങ്കിൽ ആരും പറയാതെ തന്നെ ഇത് തൻ്റെ കുഞ്ഞാണെന്നുള്ള കാര്യം തിരിച്ചറിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം കൂടി ഉണ്ട്. അപ്പോൾ ഇത് വേദനയോട് വിക്രം പറയുന്നൊരു ഭാഗമുണ്ട്. ഈ കുഞ്ഞ് ഗൗരിമോൾ എൻ്റെ മോളാണെന്നുള്ള കാര്യമൊക്കെ പറയുന്നൊരു ഭാഗം തമിഴിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇനി വരാൻ പോകുന്ന അടിപൊളി എപ്പിസോഡുകളാണ്. അതുപോലെ തന്നെ വേദ വിക്രമിൻ്റെ വീട്ടിലേക്ക് വരുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ ഈ യൂട്യൂബിൽ ഇപ്പോൾ വൈറലായിട്ടുണ്ട് കേട്ടോ. അതായത് സാന്ത്വനത്തിലെ ശിവാഞ്ജലിയുടെ വീടാണ് വിക്രമും വിശ്വനും ശ്രീജിയൊക്കെ താമസിക്കുന്ന ആ ഒരു വീട്. അപ്പോൾ ആ ഒരു വീട്ടിൽ വെച്ചിട്ട് വേദയും വിക്രവും തമ്മിൽ സംസാരിക്കുന്ന ഭാഗമൊക്കെ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗങ്ങളൊക്കെ യൂട്യൂബിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഫോട്ടോസൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ വേദ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും മാഷ് വയ്യാതിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും വേദ വിക്രമിൻ്റെ അടുത്തേക്ക് മാഷിൻ്റെ അടുത്തേക്കൊക്കെ വരുന്നതായിട്ടുള്ള ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ വേദയാണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട്, ഇപ്പോൾ തൽക്കാലം എനിക്ക് ഇവിടെ വന്ന് താമസിക്കാനോ അതല്ലെങ്കിൽ ഞാൻ ഒളിച്ചു വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് സർപ്രൈസുകളുണ്ട്, പക്ഷെ അതൊന്നും എനിക്ക് പറയാനായിട്ട് ഇപ്പോൾ പറ്റൂല എന്ന് വിക്രത്തിനോട് തന്നെ തുറന്നു പറയുന്നുണ്ട്. കാരണം അതിന് പറ്റിയൊരു സാഹചര്യമല്ല ഇപ്പോൾ. ഞാൻ അതിൻ്റേതായ കാര്യങ്ങൾ, അതായത് തരുണിനോട് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞതിന് ശേഷം മാത്രമേ വിക്രമിനോട് ഇത് നമ്മുടെ കുഞ്ഞാണ് എന്നുള്ള കാര്യം വേദ തുറന്നു പറയുള്ളൂ. അതല്ലാതെ വിക്രമിനോട് അങ്ങനെ പറയാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ നമ്മുടെ ശങ്കരനാരായണനാണെന്നുണ്ടെങ്കിൽ വേദയും കുഞ്ഞൊക്കെ നാട്ടിൽ വന്നതോടുകൂടി ഭയങ്കരമായിട്ട് ഹാപ്പി ആവുകയാണ്, ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ. കാരണം തൻ്റെ മകളും കുഞ്ഞും ഇനി കൺമുന്നിൽ തന്നെ ഉണ്ടാവുമല്ലോ. അതുപോലെ മാഷ്ക്കൊന്നും അറിയില്ല കുഞ്ഞുണ്ടെന്നുള്ള കാര്യം. മാഷെ കാണാൻ വരുന്നതും അങ്ങനെയായിട്ടുള്ള ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി അടുത്ത എപ്പിസോഡുകൾ എന്ന് പറഞ്ഞാൽ 5 എപ്പിസോഡുകൾ സൺഡേ രാത്രി 12 മണിക്കാണ് വരിക. ആ സമയത്ത് നമുക്ക് ഇടാൻ പറ്റില്ല, ഇട്ടാലും അത്ര വ്യൂസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് തിങ്കളാഴ്ച രാവിലെ നമ്മൾ ഇടുന്നത്. വെളുപ്പിന് 4 മണിക്ക് കഴിഞ്ഞിട്ട് നമ്മൾ എപ്പിസോഡുകൾ കണ്ടിട്ടാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരുന്നത് അത്. അപ്പോൾ 5 എപ്പിസോഡുകളായിട്ട് ഇടാനായിട്ട് ശ്രമിക്കുക. ഞാനൊരു 3 എപ്പിസോഡൊക്കെ ആയിട്ടാണ് ഇടാറ്. പക്ഷേ ഈ ഒരു തിങ്കളാഴ്ച രാവിലെ തന്നെ 5 എപ്പിസോഡുകളായിട്ട് തന്നെ ഇടാനായിട്ട് ശ്രമിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പതുക്കെ പറയുകയും ചെയ്യാമല്ലോ. നമുക്ക് ഒരുപാട് ടൈം ആകുമ്പോൾ നമ്മൾ സ്പീഡിൽ പറഞ്ഞു പോകുന്നു എന്നുള്ളൊരു കമൻറ്റും കൂടെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന ഒരു ഭാഗങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഇനി വരാൻ പോകുന്നത്. അടിപൊളി എപ്പിസോഡുകളാണ് കേട്ടോ. എനിക്ക് തന്നെ ഞാൻ പ്രമോ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ത്രില്ലിംഗ് ആയി. കാരണം താടി അങ്ങോട്ട് വടിച്ച് വിക്രം ഇങ്ങോട്ട് വരുന്ന കാണുമ്പോൾ ഭയങ്കര രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. അതുപോലെ തന്നെ കൊച്ചിനാണെന്നുണ്ടെങ്കിൽ വിക്രമിനെ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. ഇത് തന്നെ കണ്ടിട്ട് വേദന തന്നെ അമ്പരക്കുന്നുണ്ട് കേട്ടോ. ഈ ശരിക്കും സ്വന്തം അച്ഛനോടുള്ള ഒരു സ്നേഹം കൊച്ചിന് വരികയാണ് കേട്ടോ. കൊച്ചിനായിട്ടുള്ള കളി, വിക്രം ഒളിച്ച് കളിക്കലും കാരോട്ടെ പഠിപ്പിച്ചു കൊടുക്കലോ അങ്ങനെയൊക്കെ കുറേ ഭാഗങ്ങളായിട്ട് രസകരമായിട്ടുള്ള ഭാഗങ്ങളൊക്കെയാണ് കേട്ടോ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.